बोल सद्गुरुनाथ महाराज की जय. രാജസൂയത്തിന് ശേഷം ശാൽവ യുദ്ധം, ശാൽവൻ എന്ന പേരുള്ള രാജാവിൻ്റെ യുദ്ധം അവിടെ വർണ്ണിക്കുന്നു. അവനും ചില മായാപ്രയോഗം ഭഗവാന്റെ മുന്നിൽ കാണിച്ചു. വസുദേവനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് വസുദേവരെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വധം ചെയ്തു. പിന്നെ ഭഗവാൻ ആ കാര്യം മനസ്സിലാക്കി അവനെയും വധം ചെയ്തു. പിന്നെ ദന്തവക്ത്രൻ, വിജയൻ്റെ അവതാരമായ ദന്തവക്ത്രനെയും വധിച്ചു. പിന്നെ മഹാഭാരത യുദ്ധത്തിന് ഭഗവാൻ സാരഥിയായി ചെന്നു. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബലരാമസ്വാമി തീർത്ഥയാത്ര ചെന്നു. പല ക്ഷേത്രങ്ങളിലേക്ക് ചെന്ന് അവസാനം കുരുക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഭീമൻ ദുര്യോധനൻ അടിക്കുന്നത് കണ്ടപ്പോൾ അത് തെറ്റാണ് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സമാധാനം ചെയ്തു. ഇത് ഭീമൻ്റെ പ്രതിജ്ഞയാണ്, സമാധാനം ചെയ്ത് പറഞ്ഞു വിട്ടു. എന്നാലും ബലരാമൻ ദേഷ്യത്തോട് പോയി. ദേഷ്യത്തോട് പോയ ഏട്ടൻ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ഏട്ടൻ്റെ സ്ഥാനത്തിൽ ഇവിടെ സുദാമ എത്തിച്ചേരുന്നു. 2 അധ്യായത്തിലാണ് ഈ സുദാമ ചരിത്രം ഇവിടെ വർണ്ണിക്കുന്നു. സുദാമ പറഞ്ഞാൽ എന്താർത്ഥം? ദാമ പറഞ്ഞാൽ കയർ, സുദാമ പറഞ്ഞാൽ നല്ല കയർ. ഏതാണ് നല്ല കയർ? ഭക്തി സൂത്രോപനദ്ധ, ഭഗവാനെ കട്ടിയിടാനുള്ള ഭക്തിയാകുന്ന കയറുള്ള ആളാണ് സുദാമ. ആദ്യം സുദാമാവായിരുന്നു, പിന്നെ സുധാമാവായി മാറി, പിന്നെ നല്ല ധാമം, നല്ല വീടുള്ള ആളായി മാറി. ഇപ്പോൾ സുധാമം നമുക്ക് ഉണ്ടായാൽ പിന്നെ സുധാമം സ്വയം വന്നോളും എന്നുകൂടി ഇവിടെ കാണിച്ചു തരുന്നു. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. കണ്ണൻ്റെ ഒപ്പം പഠിച്ച മഹാത്മാവാണ് ഈ സുദാമ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് എവിടെ ചെന്നാലും മന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു. പക്ഷേ സ്ഥാനമാനങ്ങളിൽ താത്പര്യമില്ലാതെ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്ന് നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ വേണ്ട സമയത്ത് ഭിക്ഷയ്ക്ക് ചെല്ലും, കിട്ടുന്നത് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നല്ല പഠിച്ച ആൾക്ക് വിദ്യാസ്ഥാന മന്ത്രി കൊടുത്തിരുന്നു. ഇപ്പോഴോ ഒന്നും പഠിക്കാത്ത ആൾക്കാണ് വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെ ആയിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണി എന്നാണ് പേര്. ആ നാട്ടുകാർ പറയുന്നു സുശീല എന്നാണ് പറയുന്നു. പോർബന്ദർ പറയാറുണ്ടല്ലോ, അതാണ് സുദാമാവിൻ്റെ ഗൃഹം. അവിടെ നിന്നും ദ്വാരക നടന്നു പോകാനുള്ള വഴിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ പാതിവ്രത്യ ശക്തി കൊണ്ട് മനസ്സിലാക്കി ഭഗവാൻ ഐശ്വര്യം കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഭാര്യയെ വിചാരിച്ചു, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭഗവാൻ കൊടുക്കുന്ന ഐശ്വര്യം സ്വീകരിക്കേണ്ട. കഥ പറയുന്നവർ പറഞ്ഞോട്ടെ, സുദാമ ദ്വാരക വരെ പോയി, അതുകൊണ്ടാണ് ഭഗവാൻ പണം കൊടുത്തുന്നു. കഥ ഒന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ വിചാരിച്ച് ഭർത്താവോട് പലതവണ പറഞ്ഞു. ബഹുശഃ പ്രാർത്ഥിതോ മൃദു, പലതവണ പറഞ്ഞു നിൻ്റെ സുഹൃത്തായ ഭഗവാനെ കാണേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ശരി പുറപ്പെട്ടു. പക്ഷേ ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ല. ഭഗവാനെയും ഗുരുനാഥനെയും കുട്ടികളെയും ഗർഭവതിയായ സ്ത്രീകളെയും അഗ്നിഹോത്രം യാഗശാലയിലും അതേപോലെ ക്ഷേത്രത്തിനും കൃഷിസ്ഥലത്തിനും ഇങ്ങനെ വെറുതെ പോകാൻ പാടില്ല. ഇപ്പോൾ എന്തെങ്കിലും തരവ് പറഞ്ഞപ്പോൾ അടുത്തുള്ള നാള് വീട്ടിൽ ഭിക്ഷ ചോദിച്ചു. ഓരോ പിടി അവൽ കിട്ടി. അതുകൊണ്ട് മുറം കൊണ്ട് ശുദ്ധമാകുമ്പോൾ 3 പിടിയായി. അതൊരു അവൽ കിഴിയാക്കി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അതും അദ്ദേഹം പിടിച്ച് പുറപ്പെട്ടു. കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയന്ന്, ഭഗവാന്റെ ദർശനം എനിക്ക് എങ്ങനെ കിട്ടും എന്ന് വിചാരിച്ച് അദ്ദേഹം വഴി മുഴുവനും ഭഗവാന്റെ നാമം ജപിച്ച് നടന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ചലേ ശ്യാമ സുന്ദർ സേ മിലനെ സുദാമ, जाते जाते मुख में हरे कृष्ण नामा, चले श्याम सुंदर से मिलने सुदामा. നാമം ജപിച്ച അദ്ദേഹം രാത്രി ഒരു ആൽത്തറയിൽ കടന്നുറങ്ങി. അപ്പോഴാണ് ഭഗവാൻ ഗരുഡനെ വിളിച്ചു.
അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട, അദ്ദേഹത്തിന് ദ്വാരകയിൽ കൊണ്ടാക്കിക്കോളൂ. ഗരുഡൻ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് എടുത്താൽ പിന്നെ അദ്ദേഹം ഉണരും. ഉറങ്ങുന്നവരെ ഉണർത്താൻ പാടില്ല, അത് ബ്രഹ്മഹത്യന് തുല്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഗരുഡൻ നല്ല ശക്തിയുള്ള ആളായതുകൊണ്ട് ചെയ്തു, സുദാമ കിടക്കുന്ന ആ ആൽത്തറയോട് ചേർത്ത് എടുത്ത് ദ്വാരകയിൽ കൊണ്ടാക്കി. രാവിലെ എഴുന്നേറ്റ് സുദാമ ചോദിച്ചു, ഇത് ഏതാണ് സ്ഥലം? ഇതാണ് ദ്വാരക. ഇത്ര അടുത്താണ് ദ്വാരക. മനസ്സിലായി. അദ്ദേഹത്തിന് അത്ഭുതമായി. പിന്നെ ചോദിച്ചു, എവിടെയാണ് ഭഗവാന്റെ കൊട്ടാരം? എല്ലാം ഭഗവാന്റെ കൊട്ടാരങ്ങളാണ്. 16,108 കൊട്ടാരങ്ങളാണെന്ന് കാണിച്ചപ്പോൾ ഒരു കൊട്ടാരത്തിൽ നല്ല ചൈതന്യം കണ്ടു. അവിടെ ചെന്നു. അവിടെ ഒരു കസേരയിൽ എല്ലാവരും ഭഗവാനെ കാണാൻ പല രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം സുദാമാവും ഒരു സ്ഥലത്തിൽ ഇരുന്നു. ആ രാജാക്കന്മാർ സംസാരിക്കുന്നുണ്ട്. ഒരു രാജാവ് പറയുന്നു, ഞാൻ കാശ്മീര ദേശത്തിൽ നിന്നും ഭഗവാനെ കാണാൻ 2 കപ്പൽ ഞാൻ പച്ചക്കർപ്പൂരവും കുങ്കുമപ്പൂവും കൊണ്ടുവന്നിട്ടുണ്ട് പറയുന്നു. പിന്നെ കർണാടക രാജാവ് പറയുന്നു, ഞാൻ 4 കപ്പൽ ചന്ദനമുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ചന്ദനക്കട്ട. 4 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് വന്ന രാജാവ് പറയുന്നു, ഞാൻ കൊല്ലത്തിൽ നിന്നും 6 കപ്പൽ അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഭഗവാനെ കാണാൻ 6 മാസം കാത്തിരിക്കുന്നു. അപ്പോഴാണ് സുദാമാവിന് അത്ഭുതം. ഈ രാജാക്കന്മാർ കപ്പലായി സാധനം കൊണ്ടുവന്ന് മാസക്കണക്കിന് കാത്തിരിക്കുന്നു. എനിക്ക് ദർശനം കിട്ടുമോയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കാവൽക്കാരൻ പറയുന്നു, മഹാത്മാവേ നിങ്ങൾക്ക് പോവാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരും ഒന്ന് പറഞ്ഞോളൂ, ഭഗവാനോട് വിളിച്ചാൽ ഞാൻ വരാം. എൻ്റെ പേര് സുദാമാവാണ്, കണ്ണൻ്റെ ഒപ്പം പഠിച്ച ആളാണ് കൂടി പറഞ്ഞോളൂ. ഈ കാവൽക്കാരനൊക്കെ ഉള്ളിൽ പ്രവേശനമില്ലേ, പുറത്തു നിന്നും വിളിച്ച് പറഞ്ഞു, സ്വാമിൻ ജയാവതി ഭവ, ഭഗവാനെ നിങ്ങളെ കാണാൻ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. ഒന്ന് മൂളി ഭഗവാൻ. ആ ബ്രാഹ്മണൻ നിങ്ങളോടൊപ്പം പഠിച്ച ആളാണെന്ന് പറയുന്നു. 2 പ്രാവശ്യം മൂളി. ആ ബ്രാഹ്മണൻ്റെ പേരാണ് സുദാമാവ്. സുദാമാവ് പറഞ്ഞപ്പോൾ എൻ്റെ സുദാമ വന്നു പോകുന്നു. ഭഗവാൻ ഓടി വരുന്നു. സഖ്യുപ്രിയസ്യ വിപ്രർഷേഹേ അംഗസംഗാതി നിർവൃതഃ പ്രീതോവ്യമുഞ്ചദബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണഃ. അങ്ങനെ ഓടി വന്ന് ഭഗവാൻ സുദാമാവിനെ ആളിങ്ങനെ ചെയ്യാൻ വേണ്ടി വരുന്നു. ഭഗവാന്റെ ആ വാക്കും കേട്ട് എൻ്റെ സുദാമ അങ്ങനെ ഭഗവാൻ പറഞ്ഞത് വലിയ ഭാഗ്യം. നമ്മളൊക്കെ പറയും എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പാന്ന്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാൻ ഇങ്ങോട്ട് പറയണം എൻ്റെ ആളാണെന്ന്. ആ ഭാഗ്യം സുദാമാവിനെ കിട്ടി. എൻ്റെ സുദാമാന് ആ വാക്ക് കേട്ട് സുദാമ ബോധം കെട്ട് വീഴാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ പിടിച്ചു, ആലിംഗനം ചെയ്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഒരു ആസനത്തിലിരുത്തി പാദപൂജ ചെയ്തു. പിന്നെ അദ്ദേഹം നല്ല പട്ടുവസ്ത്രം കൊടുത്ത്, പിന്നെ വലിയ ഇല ഇട്ട് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുത്തു. ഓരോ സ്ഥലത്തിൽ ഓരോ ദേശത്തിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എല്ലാം ഭഗവാൻ കൊടുക്കുന്നു. ഓരോ സ്ഥലത്തിൽ ഓരോരോ സ്പെഷ്യലാണ്. അമ്പലപ്പുഴ പായസം, കൊട്ടാരക്കര അപ്പം, പിന്നെ എന്തൊക്കെ കാഞ്ചീപുരം ഇഡ്ഡലി, അല്ലൂർ, അവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ ഓരോ സ്പെഷ്യൽ ഭക്ഷണ സാധനമുണ്ട്. എല്ലാം വിളമ്പി കൊടുക്കുന്നു ഭഗവാൻ. ഈ സുദാമ വെറും അവൽ മാത്രം കഴിച്ച് ജീവിച്ച ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് എന്താണെന്ന് മനസ്സിലാവണില്ലേ. അദ്ദേഹം ലഡ്ഡു ഇട്ടപ്പോൾ ലഡ്ഡു എങ്ങനെ കഴിക്കണം അറിയാതെ ലഡ്ഡു എടുത്ത് എന്ത് ചെയ്തു? മോർക്കുണാൽ കുറച്ച് കഴിക്കുന്നു. ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ ഇല്ലേന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ വലിയ ഇലയായതുകൊണ്ട് സുദാമാവിൻ്റെ കൈ എത്തണില്ല. അപ്പോൾ ഒരു വെള്ളി തവി കൂടി കൊടുത്തു ഭഗവാൻ, കിട്ടാത്ത സാധനങ്ങൾ എടുത്ത് കഴിക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ച് തിന്നയിൽ ഉറങ്ങാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ ഇവിടെ വരൂ പറഞ്ഞ് സ്വന്തം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നല്ല ബെഡിൽ സുദാമാവിനെ കിടത്തി രുക്മിണിയെ വിളിച്ച് ചാവറം വീശാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാല് രണ്ടും പിടിച്ച് ഭഗവാൻ കാല് തലോടി കൊടുത്തു. എനിക്ക് വേണ്ടി നടന്നു വന്നല്ലേ സുദാമാവേ, വിവാഹം കഴിച്ചു പോ, ഈ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്താ കാരണം? എന്തെങ്കിലും ഒരു സങ്കടം വന്നെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, എന്നെ വിളിക്കാൻ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ലേ, പിന്നെ എന്നെ കാണാൻ വന്നിട്ടില്ല, അതുകൊണ്ട് നീ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം സമ്പത്ത് സുഖത്തിന് കാരണമില്ല, മനസ്സമാധാനമാണ്. ഇവിടെ പറയുന്നു കൂടുതൽ പൈസ ഉണ്ടെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെടും, പൈസ ഒട്ടും ഇല്ലെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെടും. ഇവിടെ കൂടുതൽ പൈസ ഉള്ള ആളാണ് ഭഗവാൻ, ഒട്ടും ഇല്ലാതെ
ആളാണ് സുദാമാവ്. രണ്ടുപേരും പറയുന്നു എങ്കിൽ രണ്ടുപേരും ശാന്തി സമാധാനത്തോട് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണ്? ഗുരുരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. ഗുരുനാഥൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ആ ശാന്തി സമാധാനം കിട്ടുള്ളൂ. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം. ഒരു പട്ടുപുടവയും പട്ടുസാരിയോ അല്ലെങ്കിൽ ആഭരണമോ ഭക്ഷണമോ കാശ് കൊടുത്താൽ കിട്ടും. കടയിൽ പോയി എനിക്ക് ശാന്തി സമാധാനം ഇല്ലേ, ഒരു 2 കിലോ സമാധാനം ശാന്തി കിട്ടുമോ ചോദിച്ചാൽ കടക്കാരൻ പറയും എനിക്ക് ഇല്ലേ പറയും. അത് ഇതുപോലെ സത്സംഗത്തിൽ വന്നാലേ നല്ല ഗുരുനാഥനെ കാണുമ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്തു? സുദാമാവിനോട് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. സുദാമ അവർക്ക് വിളിച്ചു വച്ചിരിക്കുന്നു. ഭഗവാൻ പറയുന്നു, പണ്ട് നമ്മൾ ഗുരുനാഥൻ്റെ ഇല്ലത്ത് ഗുരുനാഥൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വിരഹം ചുമന്ന് കൊണ്ടു കൊടുത്തില്ലേ മഴക്കാലത്ത്? അപ്പോൾ ഗുരുനാഥൻ നമ്മൾ അനുഗ്രഹിച്ചു, നിങ്ങൾ രണ്ടുപേരും എവിടെ ചെന്നാലും ശാന്തി സമാധാനത്തോടെ ജീവിക്കണം. ആ ഗുരു അനുഗ്രഹമാണ് വേണ്ടത്, ഗുരു കൈങ്കര്യമാണ് വേണ്ടത്. പിന്നെ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടോട് ചോദിച്ചപ്പോഴാണ് സുദാമ അവൽക്കിരി ഒളിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ഒരു തുളസീദളം, പത്രം പറഞ്ഞാൽ ഒരു തുളസീദളം സമർപ്പിച്ചാൽ മതി. ഒരു പൂവ്, ഒരു പഴം, ഒരു തുളി വെള്ളം. ഇത് പറയുമ്പോൾ തന്നെ 4 ഭക്തന്മാരെ ഭഗവാൻ ഓർക്കുന്നു. അന്ന് ചീര കൊടുത്ത ദ്രൗപദിയെയും പുഷ്പം കൊടുത്ത ഗജേന്ദ്രനെയും പഴം കൊടുത്ത ശബരിയെയും അല്ലെങ്കിൽ ആ ഗോകുലത്തിലുള്ള മുത്തശ്ശി അവളെയും തോയം രന്തിദേവൻ എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് താൻ കുടിക്കാതെ ആ വെള്ളം അടുത്തവനക്ക് കൊടുത്തു. ഇങ്ങനെ 4 ഭക്തന്മാരെ ഓർത്തുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്തു കൊടുത്താലും ഭക്തിയോട് കൊടുത്താൽ ഞാൻ സ്വീകരിക്കും. പക്ഷേ ഈ രാജാക്കന്മാർ കപ്പലായി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂര്യപി അഭക്തോപഹൃതം, അവർക്ക് ഭക്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ടും സുദാമ കൊടുക്കാൻ മടിച്ചപ്പോഴാണ് ഭഗവാൻ സ്വയം ജഹാര കിമിതം ഇതി പൃഥുകതണ്ടുലാണ്. ഇവിടെ എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഭഗവാൻ അത് നോക്കി ഫോട്ടോ കണ്ടാകാം. അങ്ങനെ ഭഗവാൻ സ്വയം സ്വീകരിച്ചു. അവൽ കിഴി അഴിച്ചു, ഒരു പിടി എടുത്ത് ഇട്ടു. പരമപ്രീണനം സഖേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പറഞ്ഞു. പിന്നെ 2ാമത്തെ പടി എടുത്തിട്ട് കഴിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് രുക്മിണി ദേവി മതി പറഞ്ഞു. എന്താ കാരണം? ഈ ഒരു പിടി അവൽ കഴിച്ചപ്പോൾ തന്നെ എന്തായി? ഈ ഭൂലോക സുഖം മുഴുവനും കൊടുത്തു കഴിഞ്ഞു. പിന്നെ 2ാമത്തെ പടി ഇട്ടാൽ പിന്നെ വൈകുണ്ഠനാണ്. ഇപ്പോൾ വൈകുണ്ഠം കൊടുത്താൽ ശരിയാവണില്ലേ. പിന്നെ കഥ പറയുന്നവർ പറയും ദ്വാരക പോയി സുദാമ വൈകുണ്ഠം പോയി, പിന്നെ സുദാമ ഭാര്യ ഒറ്റയ്ക്കായി പറയും. ആദ്യം ഭൗതിക സുഖം അനുഭവിക്കട്ടെ, മോക്ഷം പിന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ദേവി മതി പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഭഗവാൻ ബാക്കി പ്രസാദം കൊടുത്തു. അടുത്ത ദിവസം രാവിലെ സുദാമാവോട് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോവാൻ താല്പര്യമില്ലേ. എന്നാലും ഭഗവാൻ ഒപ്പം കുടുംബസമേതം വന്നിരുന്നെങ്കിൽ പിന്നെ പോകേണ്ട ആവശ്യമില്ലേ. നിനക്ക് വേണ്ടി നിൻ്റെ ഭാര്യയെ കാത്തിരിക്കുന്നു. കാരണം സുദാമ തിരിച്ച് വരുന്നത് വരെ ഞാൻ ഒന്നും കഴിക്കില്ല വിചാരിച്ച് സുദാമാവിൻ്റെ ഭാര്യയെ പട്ടിണി കിടക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ വേഗം പോയിക്കോളൂ പറയുന്നത്. സുദാമ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്ന LKG പോകുന്ന കുട്ടികളെങ്ങനെ അമ്മയെ നോക്കിയിരിക്കുമ്പോൾ അതുപോലെ സുദാമ നോക്കിയിരിക്കുന്നു. അമ്മയും ഉടനെ പോകാറില്ലേ, കുട്ടി മുഴുവൻ പോയോ അവിടെ ഇരിക്കുന്നു, അത് നോക്കാറുണ്ട്. അതുപോലെ ഭഗവാനും ഒപ്പം വന്നു. പഥ്യനുവ്രജ്യനന്ദിത. അങ്ങനെ പതുക്കെ സുദാമ തൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ എന്തായി? അവിടെ വീട് കാണാതായി. സാധാരണ മാട് കാണാതാവും, ഇപ്പോൾ വീട് കാണാതായി. അവിടെ വീടിന് പകരം 5 വലിയ കൊട്ടാരം, 4 ചെറിയ കൊട്ടാരം, ഒരു വലിയ കൊട്ടാരം. അപ്പോൾ സുദാമാവിന് സംശയമായി. ഇങ്ങനെ കൊട്ടാരം പണിയുന്നവർ പാണ്ഡവന്മാരാണ്. ഒരു വലിയ കൊട്ടാരം ധർമ്മപുത്രനുക്കും കുറച്ച് ചെറുതായി 4 കൊട്ടാരം അനുജന്മാർക്കും പണിയാറുണ്ട്. ഞാൻ പോയ സമയത്ത് ഇവിടെ പാണ്ഡവന്മാർ കൊട്ടാരം പണിഞ്ഞു പോകും. അവിടുന്ന് അദ്ദേഹം വിചാരിക്കുമ്പോൾ വലിയ കൊട്ടാരത്തിൽ നിന്നും സുദാമാവിൻ്റെ ഭാര്യ വരുന്നു. സാക്ഷാൽ മഹാലക്ഷ്മി രുക്മിണി ദേവിയെ പോലെ വരുന്നു. നല്ല പട്ടുസാരിയും ആഭരണം അണിഞ്ഞ്. അവിടെ ബ്രാഹ്മണന്മാർക്ക് സുദാമാവിനെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നു. സുദാമ തൻ്റെ പിറകിൽ ആരെങ്കിലും വരണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾക്കാണ് വരൂ. ഇത് എങ്ങനെ ആയി? അപ്പോൾ സുദാമാവിൻ്റെ ഭാര്യ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ രാത്രി ഉറങ്ങിയതേ ഉള്ളൂ, എഴുന്നേൽക്കുമ്പോൾ കൊട്ടാരമായി
ഈ 4 കൊട്ടാരം എന്തിനാ ചോദിച്ചാൽ 4 പിടി അവൽ മേടിച്ച് വന്നില്ലേ 4 ബ്രാഹ്മണ നമ്മുടെ വീട്ടിൽ നിന്നും, അവർക്കും 4 കൊട്ടാരം. അതാണ് ഭഗവാന്റെ കാരുണ്യം. സുധാമാവ് കൊണ്ടുവന്നത് മാത്രമല്ലേ, സുധാമാവിനെ സഹായിച്ചവർക്കും ചേർത്ത് അനുഗ്രഹിച്ചു ഭഗവാൻ. പിന്നെ സുധാമ ഈ കൊട്ടാരം മുഴുവനും നോക്കി, അതിൽ എല്ലാ ധനകോശം ധാന്യകോശം മാത്രമില്ലേ, ഈ പൈസയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി അത് നോക്കാൻ ഒരു ആഡിറ്ററും കൂടി ഭഗവാൻ പറഞ്ഞു വെച്ചിട്ട്, ഇൻകം ടാക്സ് പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യവും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നോക്കി സുധാമ അവസാനം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മണി ജന്മണി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തത്പുരുഷപ്രസംഗഃ. തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം. 4 പിടി അവലിന് വേണ്ടി സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം. എപ്പോഴും എനിക്ക് സത്സംഗം തരണേ. കൂടുതൽ ഭക്തിയുള്ളവർക്ക് ധനം കൂടുതൽ കൊടുക്കാറില്ല. അപ്പോൾ ധനം കൂടുതൽ കൊടുത്തത് കൊണ്ട് എന്തായി, ഭക്തി ഇല്ലെന്ന് മനസ്സിലായി. ഭഗവാനെ എനിക്ക് ഭക്തിയും തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാൻ കൊടുത്ത ധനം മുഴുവനും നല്ല കാര്യത്തിന് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം പണത്തിൻ്റെ വരവ് മുഖ്യമില്ല, ചിലവാണ് മുഖ്യം. ഒരു വേദപാഠശാലയ്ക്ക്, അതേപോലെ നവീകരണ കലശം, അന്നദാനത്തിനും ഗോശാലയ്ക്കും ഇങ്ങനെ നല്ല ചിലവുള്ള പണം ഉണ്ടാവണം. പണം 50,000 ശമ്പളം, എന്താ ചിലവ്? 25,000 ഗുളിക മേടിക്കാനും വൈദ്യനൊക്കെ കൊടുക്കുന്നു പറഞ്ഞാൽ അത് അത്ര സുഖമില്ല. കുറച്ച് ധർമ്മത്തിന് ചിലവാകുന്ന നല്ല പണം കിട്ടണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. അങ്ങനെ സുധാമാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയാൻ ജായയാ ത്യക്ഷ്യൻ ബുഭുജേ നാതിലംപടഃ. കൂടുതൽ ആഗ്രഹിക്കാതെ ഉള്ളത് കൊണ്ട് സന്തോഷത്തോട് തൃപ്തിയോട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാമാവിൻ്റെ ഉപാഖ്യാനം.